വീട് എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. ചിലവരുടെ ലക്ഷ്യം തന്നെ ഒരു വീടുണ്ടാക്കുക എന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഒരു പ്രവാസിയുടെ വീടാണ് കാണാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ പുളിങ്കാവിലുള്ള ഷഹീർ ഖാന്റെ 5000 സ്ക്വയർ ഫീറ്റിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. ഒരു മോഡേൺ ലുക്ക് വരുന്ന ഫ്യൂഷൻ ചെയ്തിട്ടുള്ള വിശാലമായ ഒരു വീടാണ് ഇത്. കയറി വരുമ്പോ തന്നെ എൽ ഷേപ്പിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന മോഡൽ ഒരു ചെറിയ ഗാർഡനും വുഡൻ ഫിനിഷിങ്ങിലുള്ള ചെയേഴ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സിമ്പിൾ ആയിട്ടുള്ള സിറ്റ് ഔട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ രണ്ട് വാളിലും നമ്മൾ സിമ്പിൾ മോഡൽ ആയിട്ടുള്ള ഗ്രേ ഫിനിഷിങ്ങിൽ വരുന്ന വാൾ വാഷേഴ്സും അതുപോലെ തന്നെ ഈ എൽ ഷേപ്പ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിലിണ്ടേഴ്സും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ വീടിന്റെ നിർമ്മാണം എന്നുള്ളത് അല്ലേ. സോ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ നമ്മളുടെ ഒരു സെൻസർ ലോക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നേരെ എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിസിറ്റേഴ്സ് ഏരിയ വളരെ മനോഹരമായിട്ട് ഒരു കാം ഫീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ ആധുനിക ടെക്നോളജിയിൽ വരുന്ന മാഗ്നറ്റിക് കൺസീൽ ട്രാക്സും അതുപോലെ തന്നെ കോബ്സും അതിന് കൂടെ തന്നെ പഴമയെ നിലനിർത്തുന്ന രീതിയിലുള്ള ആന്റിക് വാൾ ലൈറ്റ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ വൈറ്റ് വാം മിക്സഡ് ഫീലാണ് വിസിറ്റിംഗ് ഏരിയയിൽ വരുന്നത്. സിറ്റ് ഔട്ടിന്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ വുഡൻ ഫിനിഷിങ്ങില് സീലിംഗില് സിലിണ്ടേഴ്സ് നമുക്ക് ഹാളില് ത്രൂ ഔട്ട് വരുന്നുണ്ട്. വിസിറ്റിംഗ് ഏരിയയിൽ നിന്ന് പ്രവേശിക്കുന്നത് മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു TV ഏരിയയും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഫെക്സിന്റെ മാഗ്നറ്റിക് ട്രാക്കും ഡ്യൂറ സീരീസിൽ വരുന്ന COBസും ഡൈനിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ജിഫെക്സിന്റെ ഹാങ്ങിങ് ലൈറ്റ്സും ഒരു ആന്റിക് ഫിനിഷിലുള്ള വാൾ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട് ഫ്ലെക്സിബിൾ പ്രൊഫൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ആയിട്ട് വന്നിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സട്ടിൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിൽ ഒരു സ്ട്രിപ്പും COBസും ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സിലിണ്ടറും കൊടുത്തിട്ടുണ്ട്. ഹാളിന്റെ എൻഡിലായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. വളരെ വിശാലമായി തന്നെയുള്ള ബെഡ്റൂമാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ബെഡിന്റെ സൈഡിൽ ഒരു ലൈറ്റ് ജിഫെക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മിററിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഫെക്സ് ചെയ്തിരിക്കുന്നത് ബാക്കിലായിട്ട് ഫ്ലെക്സിബിൾ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലതല്ലേ? ഹാളിൽ നിന്ന് എൻഡ് ഏരിയയിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർട്ടി സ്പേസ് ആണിത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വരുന്നുള്ള വാൾ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വാൾ വാഷും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടുള്ള ഒരു അബല്യൂഷൻ ഏരിയ ആണിത്. റൈറ്റ് സൈഡിലായി തന്നെ ഒരു പ്രെയർ ഹാളും എന്നാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനും ഗാർഡനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് ഏരിയയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ ജിഫെക്സ് യൂസ് ചെയ്തിരിക്കുന്നത് ടിൽറ്റബിൾ ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ആണ്. വുഡൻ ഫിനിഷിംഗിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റുള്ള ഷാൻഡിലിയറും
അതുപോലെ തന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന 2 വാൾ ലൈറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൽ നിന്ന് വരുന്നുള്ള ആ വുഡൻ ഫിനിഷ് തന്നെ ത്രൂ ഔട്ട് ഇവിടെ ഒരു സീലിംഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗില് വുഡൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽസും അതുപോലെ തന്നെ സിലിണ്ടേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്സ്റ്റെയർ ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് സ്പേസും 2 ബെഡ്റൂം 2 കോർണറിലായും ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ആംബിയൻസ് ഉള്ള റൂമാണ്. ഇത് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവർ സ്പെഷ്യലി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് റെസിസ്റ്റ് ട്രാക്ക് പ്ലസ് ടിൽറ്റബിൾ ലൈറ്റ്സും ആണ് അതിന്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടിൽറ്റബിൾ ലീനിയർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംബിയൻസ് അനുസരിച്ചിട്ട് അത് ഏത് ഡയറക്ഷനിലേക്ക് വേണം തിരിച്ചു വെക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ വിധത്തിലും ആധുനിക ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന ഈ വീട്ടില് സെൻസേഴ്സ് ആണ് കബേർഡ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലുള്ള ഈ ടേബിളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മുകളിലായിട്ട് നമ്മൾ റെസിസ്റ്റ് മാഗ്നറ്റിക് ട്രാക്കും കൂടെ തന്നെ നമ്മൾ ടിൽറ്റബിൾ ആയിട്ടുള്ള ലീനിയർ ലൈറ്റ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു യൂട്ടിലിറ്റി കിച്ചണും ഇവിടെ വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് COBs കൊണ്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് വരുന്നുള്ള സ്റ്റോറേജ് ഏരിയ പ്രൊഫൈൽ ലൈറ്റ്സ് കൺസീൽഡ് ആയി കൊടുത്തിരിക്കുകയാണ്. ഔട്ട്ഡോർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ബൊള്ളാർഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ്സിന്റെ പ്രത്യേകത നമുക്ക് പാത്ത് വേക്കും അതേസമയം നമുക്ക് ലോണിലേക്കും ഇതിന്റെ ലൈറ്റ്സ് വരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഓണർ ഒരു പ്രവാസിയാണ്. പ്രവാസി ആകുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും അല്ലേ? അവിടെയാണ്, ഇവിടെ കുടുംബം. സോ എല്ലാ ആധുനിക ടെക്നോളജീസും ഉപയോഗിച്ച് അവിടെ ഇരുന്ന് തന്നെ ഇവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സിൽവാന്റെ ലൈറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്കൊരു ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വീട്ടുകാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അതല്ലേ നല്ലത്? സോ ഇത്ത ആൻഡ് ഫുൾ ഫാമിലി. സോ നമ്മളെ ഫാമിലി, സിൽവാൻ ഫാമിലിക്ക് ഒരു വെൽക്കം ചെയ്യാണ് ഞാൻ. നമ്മളെ ലൈറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ ചെയ്തു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം നമുക്കൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളിപ്പം 1 മാസമായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എല്ലാവരും ഹൗസ് വാമിങ്ങിന് വന്ന ആൾക്കാരൊക്കെ കൂടുതൽ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. ആണല്ലേ? സർവീസും നമ്മളെ കൺസൾട്ടേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്. ആണല്ലേ? നമ്മൾ അബ്രോഡ് ആണ് ഇക്കാന്ന് നമുക്ക് അറിയാം. നമ്മളെല്ലാരും അബ്രോഡ് തന്നെ ആയിരുന്നു. ആണല്ലേ? നമുക്ക് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് പർച്ചേസിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ. അപ്പൊ ഫുൾ ടൈം നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ ആയിരുന്നു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. ബാക്കി ഉമ്മ എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായം ആണല്ലേ? ഓക്കെ. നമ്മളൊരു തീമിനെ കുറിച്ചിട്ടും ഒക്കെ എന്താണ് ഫുൾ ഒരു ലൈറ്റിന്റെ? നല്ല അഭിപ്രായം ആണല്ലേ? ഓക്കെ ഓക്കെ. മോനൊക്കെ ആവുമ്പോ പറയാൻ പറ്റില്ലേ കുറച്ചുകൂടെ? നമ്മളെ ഈ ഒരു ജനറേഷൻ ടൈപ്പിംഗ് ഒക്കെ ആണോ ലൈറ്റിംഗ് വന്നിട്ടുള്ളത്? ആണല്ലേ? ഈ വീടിന്റെ മെയിനൊക്കെ ഈ ലൈറ്റിംഗ് തന്നെ. ഫ്രണ്ട്സിനോടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്ന ലൈറ്റിംഗ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഉപ്പ എന്താണ് നമ്മളെ ലൈറ്റിങ്ങിനെ കുറിച്ചൊരു അഭിപ്രായം? ഞങ്ങളുടെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ ലൈറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും സിൽവർ അസോസിയേറ്റാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അവരുടെ ഭാവിയിൽ അവരുടെ തുടർന്ന് സഹായം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓ, താങ്ക് യു ഉപ്പ, താങ്ക് യു. ഇനി നമ്മളെ ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ്, നമുക്ക് ചോദിച്ചു നോക്കാം. അയാൾക്ക് കൂടുതൽ അറിയാമല്ലോ അല്ലെ ഇപ്പത്തെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട്. പറയും എങ്ങനെയുണ്ട്? ഇവിടുത്തെ കൂടുതൽ ലൈറ്റിംഗ് ഒക്കെ സിൽവാൻ തന്നെ. സിൽവാൻ ലൈറ്റ് ഒക്കെ അടിപൊളി തന്നെ ആണല്ലേ? എല്ലാ ലൈറ്റിംഗും ഇഷ്ടമായോ? നമ്മൾ ഒരുവിധം എല്ലാ മോഡേൺ ടെക്നോളജി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായോ എല്ലാം? എല്ലാതും ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ? എല്ലാരും ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഈ ലൈറ്റിംഗ് ആണല്ലേ? ഓക്കെ ഓക്കെ. സോ സിൽവാൻ കുടുംബത്തിലുള്ള ഒരു സാറ്റിസ്ഫൈഡ് ക്ലയന്റിന്റെ ഫാമിലിയാണ് ഞങ്ങളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലുള്ള സർവീസ് നിങ്ങൾക്കും അവൈലബിൾ ആവണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സോ സിൽവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.